അങ്ങനെ 12 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ദൈവമംഗലത്തെ ഒരു അംഗമായി. ഇനിയെല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ വരുമെന്ന് എന്റെ മനസ്സ് പറയാ. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അത് ശരി. അപ്പൊ ബാക്കിയുള്ളവരുടെ പ്രാർത്ഥനയൊക്കെ വെറുതെ. അമ്മ 12 വർഷം പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലല്ലോ. ഇതേ കൃഷ്ണ തുളസി ദൈവത്തിനോട് ചോദിച്ചു വാങ്ങിയതാ. ആ, ദൈവം തന്നത് തന്നെയാണല്ലോ അല്ലേ? അല്ല, അവസാന നിമിഷം ആദ്യം വിളിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ അമ്മയ്ക്ക് പൂജ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടില്ലായിരുന്നു. ദൈവം വലിയവനല്ലേ അച്ഛാ. നമ്മൾ ആത്മാർത്ഥമായിട്ട് കാത്തിരുന്ന അവന് വഴി കാണിച്ചു തരാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കൂടി നടത്തണം. പ്രാർത്ഥനയൊക്കെ നടത്താം, പക്ഷെ ഇതിനൊക്കെ കുറച്ച് ചെലവുണ്ട്. ഇപ്പൊ തന്നെ 2000 രൂപ ഞാൻ എവിടെ നടക്കുമെന്ന് ആലോചിക്കുക. 2000 രൂപയോ? അതെന്തിനുള്ള ചെലവാ? അത് പിന്നെ നമ്മളിങ്ങനെ ദൈവത്തിനോട് കയറി പ്രാർത്ഥിച്ചാൽ മാത്രം പോരല്ലോ അച്ഛാ. കാര്യം നടന്ന ചില വഴിപാടുകളൊക്കെ നടത്തണ്ടേ, അതിന്റെ ചെലവാ. ശരി, 2000 രൂപയല്ലേ, അത് ഞാൻ തരാം. എങ്കി അമ്മ അടുത്ത കേസ് പറഞ്ഞോ, ഞാൻ ഇന്ന് തന്നെ ദൈവത്തിന്റെ റെക്കമെൻഡേഷൻ ലെറ്റർ അയച്ചോളാം. പറഞ്ഞോളൂ. വേറൊന്നുമല്ല, ആദിത്യന്റെ മനസ്സൊന്ന് നേരെയാവണം. അവന് നമ്മളോട് സ്നേഹവും ബഹുമാനവും ദയയും തോന്നണം. സ്നേഹവും ബഹുമാനവും അത് സംസ്കാരത്തിൽ നിന്നുണ്ടാവേണ്ടത്. പിന്നെ ദയ അത് മനുഷ്യപ്പറ്റുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാ. ഇതൊന്നും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ദുർഗാമ്മയുടെ മകനല്ലേ അവൻ. ഈ ജന്മത്തിൽ അവനെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ നമ്മ വിചാരിക്കേ വേണ്ട. അല്ല, ഇന്ന് ഒരുപാട് കോള് വരുന്നുണ്ടല്ലോ. ആരായി കൂടെ കൂടെ വിളിക്കുന്നേ? ഇത് ശ്വേത അച്ഛാ, മൈ ബെസ്റ്റ് ഫ്രണ്ട്. അച്ഛൻ പോലീസിന് ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്തു നോക്കിയോ. അയ്യോ വേണ്ടായേ, ഞാനൊരു തമാശ പറഞ്ഞതാണേ. ഹലോ ശ്വേത. എടി, എല്ലാം ഓക്കെ ആയില്ലേ? നീ എന്താ എന്നെ വിളിക്കാതിരുന്നേ? കാര്യം കഴിഞ്ഞപ്പോ എന്നെ മറന്നോ? ഞങ്ങളിപ്പോ വീട്ടിലെത്തിയുള്ളൂടി. താങ്ക്സ് ഡി. നിന്റെ കസിനായ ആ ഗുണ്ടച്ചേട്ടൻ കൃത്യമായിട്ട് ആദ്യയുടെ വഴി മുടക്കിയതുകൊണ്ട് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റും. മതിയടി, അത് കേട്ടാ മതി. നീ ജയിക്കണം. എന്താ നീ പേടിച്ചുപോയോ? നിന്റെ അച്ഛന്റെ മനസ്സിലെ സഹോദരി സ്നേഹം ഇല്ലാതാക്കാൻ ഇതേ ഉള്ളൊരു വഴി. ഞാൻ മരിച്ചു കളയുമെന്ന് തോന്നിയാലേ അദ്ദേഹം ആ ബന്ധം ഉപേക്ഷിക്കും. ആ ആക്സിഡന്റിന് പിന്നിൽ തുളസിയാണെന്ന് അമ്മ പറഞ്ഞില്ലേ, അത് സത്യമാണോ? അതെ, അവൾ ഏർപ്പാടാക്കിയ ഗുണ്ട മംഗള അപ്പച്ചിക്ക് പരിചയമുള്ള ആളാ. ആ കാര്യം അപ്പച്ചി വിളിച്ച് പറഞ്ഞ പിന്നെയാ ഞാൻ ആകെ തകർന്നു പോയത്. എന്നിട്ടെന്താ ഇക്കാര്യം അമ്മ അച്ഛനോട് പറയാതിരുന്നേ? അതിന് കാരണമുണ്ട്. ആ ഗുണ്ട മംഗള അപ്പച്ചിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്ത ആളാ. അവനെ തൽക്കാലം ഈ കേസിൽ കൊടുക്കരുതെന്ന് അവരെന്നോട് റിക്വസ്റ്റ് ചെയ്തു. അവര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തിനാ അവനെ വെറുതെ വിടുന്നേ? ആ ക്രിമിനലിന് ശിക്ഷ വാങ്ങി കൊടുത്തേ പറ്റൂ. നീ ധൃതി പിടിക്കാതെ, എല്ലാത്തിനും വഴിയുണ്ട്. അപ്പച്ചിയുടെ സഹായവും ഉപദേശവും ഇപ്പൊ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തൽക്കാലം അപ്പച്ചി പിണക്കാതിരിക്കുന്നതാണ് ബുദ്ധി. എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. പാവങ്ങളെ ഉപദ്രവിച്ചാലേ അവർക്ക് തന്നെ അതിന്റെ തിരിച്ചടി കിട്ടാൻ പോകുന്നത്. ഈശ്വരനെല്ലാം കാണുന്നുണ്ടല്ലോ. എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച പോരമ്മേ, നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. ആ അപ്പച്ചി ചിലപ്പോ നമുക്കെതിരെ എല്ലാ കഥകൾ വരെ പറഞ്ഞുണ്ടാക്കിയെന്ന് വരും. കഥയിറങ്ങട്ടെ, അപ്പൊ നോക്കാം. അല്ല, നിനക്ക് വിശക്കുന്നില്ലേ? ഞാൻ എടുത്തു വെച്ചേക്കുവാ. ആദ്യം ആക്സിഡന്റിൽ പെടുത്താൻ ഞാൻ ആ കൊട്ടേഷൻ കൊടുക്കുന്ന കാര്യം അപ്പച്ചിയും ദുർഗാമ്മയും പുറത്തുവിട്ട അത് വിശ്വസിക്കരുതെന്ന് പറയാതെ പറഞ്ഞു നോക്കിയതായിരുന്നു. ഏറ്റില്ല. ശരിയാ, നമ്മൾ വളർത്തിയതുകൊണ്ടായിരിക്കും നന്മയും സ്നേഹവും ഒക്കെ ഉണ്ടായത് എന്ന് പറയാൻ പറ്റില്ല. പ്രസയെ പോലെ എല്ലാ നന്മകളോടും വളർന്നു വന്നിരിക്കും. എനിക്ക്
എനിക്ക് തോന്നുന്നില്ല. ആദ്യമോൻ നമ്മുടെ രക്തമായിട്ടും കുശുമ്പും വാശിയും അഹങ്കാരവും ഒക്കെ കാണിക്കുന്നത് ദുർഗേച്ചി വളർത്തിയതുകൊണ്ടല്ലേ? ദുർഗേച്ചി അവനെ ആർക്കും വിട്ടുകൊടുക്കാതെ വളർത്തിയത് അവനൊരു ആൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണ്. അവര് പ്രസവിച്ച പെൺകുഞ്ഞിനെ തന്നെയാണ് അവർക്ക് കിട്ടിയിരുന്നതെങ്കിൽ ഇതുപോലെ ലാളിച്ചും സ്നേഹിച്ചും വളർത്തുമെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ പെൺകുഞ്ഞായതിന്റെ പേരിൽ ഒരമ്മയ്ക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? അത്രയ്ക്ക് ക്രൂരയാണോ ദുർഗേച്ചി? പിന്നെ എന്തിനായിരുന്നു നമ്മുടെ മകനെ അവരുടെ അടുത്ത് കിടത്തി അവരുടെ മകളെ ഇങ്ങോട്ടെടുക്കാൻ നമുക്ക് തോന്നിയത്? അത് പിന്നെ പെൺകുഞ്ഞാ ജനിക്കുന്നതെങ്കിൽ ദുർഗേച്ചി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ? ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് മരിച്ചില്ലെങ്കിലോ? തന്റെ കുഞ്ഞ് പ്രസവത്തിൽ മരിച്ചുപോയതായി സങ്കല്പിച്ച് അവർ ജീവിക്കും. അതാണ് ദുർഗേച്ചി. തുളസിമോൾക്ക് ഭാഗ്യമുണ്ട്. അതുകൊണ്ടാ നിനക്കന്ന് കുഞ്ഞുങ്ങളെ മാറ്റാൻ തോന്നിയെന്നേ ഞാൻ പറയൂ. മോള് വന്നിട്ടുണ്ട്, ഞാൻ വാതില് തുറക്കട്ടെ. മോളോടിപ്പോ ആദ്യത്തിന്റെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അവര് രജിസ്റ്റർ കല്യാണം കഴിച്ചോണ്ട് പോലീസ് കേസെടുക്കില്ല. ഓ അത് ശരി, കല്യാണം കഴിഞ്ഞതാണോ? ആ എണ്ണം കെട്ടവളും അവളുടെ വീട്ടുകാരും എന്റെ മോനെ വലവീശി പിടിച്ചത്. പ്രസാദ് സാർ അവരെ വിളിച്ചൊന്ന് വരട്ടിയ എന്റെ മോനെ വിട്ടു. അതെങ്ങനെയാ ചേച്ചി? നിങ്ങളുടെ മകൻ അവളെ ഇഷ്ടമായതുകൊണ്ടായിരിക്കില്ലേ അവൻ കല്യാണത്തിന് തയ്യാറായത്? നിങ്ങളുടെ മകൻ നിങ്ങളെ ധിക്കരിച്ചു പോയ കേസില് പ്രസാദേട്ടൻ എങ്ങനെ ഇടപെടാനാ? ഇതൊക്കെ മക്കളെ വളർത്തുന്നതിലെ കുഴപ്പോ? അങ്ങനെ പറയല്ലേ. കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെയാ എല്ലാ അച്ഛനമ്മമാരും മക്കളെ വളർത്തുന്നേ. നാളെ ദുർഗയുടെ മോൻ ആ തുളസിയുടെ കൂടെ പോവില്ലെന്ന് എന്താ ഉറപ്പ്? എന്റെ കുടുംബവും നിങ്ങളുടെ കുടുംബമായിട്ട് കമ്പയർ ചെയ്യല്ലേ. നിങ്ങളുടെ മോൻ ചാടിപ്പോയതുപോലെ എന്റെ മോൻ പോവില്ല. കാരണം എന്റെ മോൻ ഞാൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം കടക്കില്ല. ഇതൊക്കെ എല്ലാരും പറയുന്നതാ. പക്ഷെ ഒരു പെണ്ണിന്റെ വലയെ കുടുങ്ങിയ ആ മകന് പിന്നെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല. നാളെ ദുർഗയുടെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ ആദിത്യൻ തുളസിയെ കല്യാണം കഴിക്കുമ്പോ അത് മനസ്സിലാകും. ആ ദുഷിച്ച നാവുണ്ട് എന്റെ മുറ്റത്തുനിന്ന് പുലമ്പാതെ ഇറങ്ങിപ്പോയേ. കാലത്ത് തന്നെ ഓരോന്ന് വന്നോളും. പോനല്ലേ പറഞ്ഞത്? പോ. നീ നോക്കിക്കോ ചേച്ചി, വേണ്ട. നിന്റെ മോനെ ഇതുപോലെ ചാടിപ്പോവും. സരോജിനിയാ പറയുന്നേ. ആരാ വന്നേ? ചേച്ചി എന്താ വല്ലാതിരിക്കുന്നേ? ആ രാധയും സരോജിനിയും കൂടെ വന്ന് മനുഷ്യന്റെ ഉള്ള സ്വൈര്യം കൂടെ കെടുത്തിട്ട് പോയി. നാശങ്ങള്. എന്താ കാര്യമൊന്ന് പറ. നമ്മുടെ ആദ്യം തുളസിയും തമ്മിൽ ശരിക്കും എന്തെങ്കിലും അടുപ്പുണ്ടോ? അതെന്താ ചേച്ചിക്ക് ഇപ്പൊ അങ്ങനെ തോന്നാൻ? അവരങ്ങനെ വല്ലതും പറഞ്ഞോ? അവളുമാര് പറയുന്നത് ഭാവിയിൽ ആദ്യം തുളസിയും കല്യാണം കഴിക്കുന്ന. അത് പിന്നെ ആദ്യം തുളസിയും തമ്മിൽ മുറബന്ധം ഉള്ളതുകൊണ്ട് പറയുന്നതാ ചേച്ചി. അല്ലാതെ രാധയും സരോജിനിയും ജോത്സ്യം പഠിച്ചിട്ടൊന്നുമില്ലല്ലോ പ്രവചിക്കാൻ. അതല്ല സുലു, ആദ്യം തുളസിയെ ഒന്നാവൂന്ന് നാട്ടില് പൊതുവെ ഒരു സംസാരം ഉണ്ടെന്ന് തോന്നുന്നു. അത് തിരുത്തണം. അവര് തമ്മിൽ തള്ളി പറയുന്നതും തല്ലി പിരിയുന്നതും നാട്ടുകാര് കാണണം. കാണിച്ചു കൊടുക്കണം നമുക്കത്. ആ തള്ളയ്ക്ക് നേരെ ഓങ്ങി എന്റെ കൈ ഇപ്പോഴും തരിക്കാം. ആ തരിപ്പ് ഒരു ദിവസം ഞാൻ തീർക്കുന്നുണ്ട്. നീ നിർത്തുന്നുണ്ടോ? ഈ മുൻചുണ്ടി എടുത്തുചാട്ടം നിന്നെ എവിടെയും കൊണ്ടെത്തിക്കില്ല. പെൺകുട്ടികൾക്ക് ആദ്യം വേണ്ടത് അടക്കം ഒതുക്കുക. അപ്പൊ അമ്മയെ തല്ലിയ ദുർഗയും രണ്ടറ്റത്തും തിരി കൊളുത്തി രസിക്കുന്ന അപ്പച്ചിയും ഒന്നും പെൺവർഗത്തിൽപ്പെടില്ലേ? ആ, അവരൊക്കെ ജീവിതം കുറെ കണ്ടവരാ. അതുപോലാണോ നീ? നിനക്കൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ചെയ്യണം. അതെങ്ങനെയാണാവോ? മഹാത്മാഗാന്ധിയെ പോലെ ഒരു കർണത്തടിക്കുമ്പോ മറു കർണം കാണിച്ചു കൊടുത്തോണ്ടാണെങ്കിൽ കൃഷ്ണപ്രിയയെ മാത്രമേ അതിന് കിട്ടൂ. തുളസി അത്ര മഹാത്മാവല്ല. ചേച്ചി, ആദ്യം അവന് കൊടുക്കൂ സുലു. എന്റെ മോന്റെ മനസ്സൊന്ന് തണുക്കട്ടെ. മോനെ,
ഈ ജ്യൂസ് കുടിച്ചാൽ തണുക്കുന്ന അപമാനമൊന്നും അല്ല അവൾ എനിക്ക് തന്നത്. അവളുമായി നേരിട്ട് മുട്ടരുതെന്ന് അമ്മ ഒരിക്കൽ പറഞ്ഞോണ്ടാ. ഇല്ലെങ്കിൽ ഞാൻ മണ്ണുണ്ണിയാണോ അതോ മണ്ണ് മാന്തി യന്ത്രമാണോ എന്ന് അവൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തേനെ. വിടടാ മോനെ, അവളോട് യുദ്ധം ചെയ്ത് നീ നിന്റെ വില കളയണ്ട. ആ കീടത്തിന്റെ ശല്യം ഒഴിവാക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. എങ്കിൽ എത്രയും വേഗം അവളുടെ വായ അടപ്പിക്കണം. ഇപ്പോഴാണെങ്കിൽ അച്ഛൻ സ്ഥലത്തില്ലാത്തോണ്ട് ഇടപെടാൻ ആരും വരില്ല. ആദ്യമോ പറഞ്ഞതൊരു പോയിന്റ്. അവക്കൊരു പണി കൊടുക്കാൻ പറ്റിയ സമയം ഇത് തന്നെയാ. എങ്കിൽ വൈകിക്കണ്ട ചേച്ചി, ഇപ്പൊ തന്നെ ചെന്ന് പിടിച്ചിറക്കി ആ തള്ളയുടെ മുമ്പിലിട്ട് 4 പൊട്ടീര് പൊട്ടിക്ക്. എനിക്കെന്റെ കൈ തരിച്ചിട്ട് വയ്യ. അതുകൊണ്ടൊന്നും തുളസിയുടെ നാക്കടങ്ങുമെന്ന് കരുതണ്ട. ആന്റിക്കിട്ട് തിരിച്ചു തല്ലി അവളായിരിക്കും കൈത്തരിപ്പ് മാറ്റുന്നേ. നീ ടെൻഷൻ ആവാതെടാ. മംഗളാപ്പച്ചയല്ലേ നമ്മുടെ കൂടെ ഉള്ളത്. ആ അപ്പച്ചിയോട് ആലോചിച്ച് ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. നീ റിലാക്സ് ആവ്. പറ്റുന്നില്ലമ്മേ, അവള് പറഞ്ഞത് ഓർക്കുമ്പോ. അത് മറക്കാൻ ഞാൻ നിനക്കൊരു സമ്മാനം തരാം. നിന്റെ ഏറ്റവും വലിയ സന്തോഷം ക്രിക്കറ്റാണെന്ന് നീ പറയാറില്ലേ? നാളത്തെ IPL കാണാനുള്ള 4 എൻട്രി പാസ് ഞാൻ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സത്യം? നമുക്ക് ഫാമിലി ആയിട്ട് പോവാന്ന് വിചാരിച്ചതാ. അച്ഛൻ സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് താല്പര്യമില്ല. നീ നിന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിപ്പോയ്ക്കോ. താങ്ക് യു അമ്മേ, താങ്ക് യു സോ മച്ച്. എവിടെ VIP പാസ്? ഞാനൊന്ന് കാണട്ടെ. അച്ഛന്റെ ഷെൽഫിലുണ്ട്, ചെന്നെടുത്തോ. അപ്പച്ചി, അവന്റെ ഈ സന്തോഷം എന്നും നിലനിൽക്കണം. അതില്ലാതാക്കാൻ ഒരുത്തി അവന്റെ മുമ്പിൽ ഇനി വരരുത്. അതിനുവേണ്ടി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ചെയ്യാനൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ അതിനുള്ള അധികാരം നീ എനിക്ക് തരണം. ആ ബാധ ഞാൻ ഒഴിവാക്കി തരാം. തന്നിരിക്കുന്നു. തുളസി എന്റെ മകന്റെ ജീവിതത്തിൽ ഒരു കരടായി മാറാതിരിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരം ഈ നിമിഷം മുതൽ അപ്പച്ചിക്കുണ്ട്. ഇടിച്ചിടടാ. പേഷ്യന്റ് കൂടെ ആര്? ഡോക്ടർ ഈ കുട്ടിയാണ്. എന്താ ഉണ്ടായത്? ആക്സിഡന്റ് നേരിൽ കണ്ട ആളാണോ? അല്ല, തുളസിയുടെ സ്കൂട്ടർ റോഡിൽ കിടക്കുന്ന ഞാൻ കണ്ടത്. ഏതോ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയതാ. അപ്പോ തനിക്ക് ആ കുട്ടിയെ നേരത്തെ അറിയാമോ? അത് എന്റെ പരിചയത്തിലുള്ള ഒരു കുട്ടിയാ. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം പ്ലീസ്. ഓക്കെ ഓക്കെ, ടെൻഷൻ ആവണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. താൻ ഇവിടെ തന്നെ ഉണ്ടാവണം. ശരി ഡോക്ടർ. ഓക്കെ. ബ്ലഡ് വേണ്ടിവരും. ശരി ഡോക്ടർ. ഹെഡ് ഇഞ്ചുറി ആവാൻ സാധ്യതയുണ്ട്. ശരി. ശ്വേത, നീ ഇതെന്നെ എങ്ങോട്ടാ കൊണ്ടുപോന്നെ? തുളസിയുടെ വണ്ടി കേടായി വഴിയില്ലെന്ന് പറഞ്ഞിട്ട് എവിടെ? ആന്റി, അത് എത്താറായി ആന്റി. ആന്റി വെറുതെ ടെൻഷൻ ആവാതെ. എന്നേക്കാൾ ടെൻഷൻ നിന്റെ മുഖത്ത് കാണാനുണ്ടല്ലോ. അല്ല, സ്കൂട്ടർ കേടായതിന് നമ്മളോട് എന്തിനാ തുളസി ചെല്ലാൻ പറഞ്ഞത്? ഏത് കാര്യം ഒറ്റയ്ക്ക് സ്മാർട്ടായിട്ട് ചെയ്യുന്നവളവള്.
ശ്വേത, സത്യം പറ, എന്റെ മോൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ? ആന്റിയുടെ തോന്നല് ശരിയാ. തുളസിക്ക് ചെറിയൊരു ആക്സിഡന്റ്. എന്റെ ദേവി! ആന്റി അവൾക്ക് ഒരു കുഴപ്പമില്ല. ഹോസ്പിറ്റലിലേക്ക് പോയി നമുക്ക് അവളെങ്ങ് കൂട്ടിക്കൊണ്ടുവരാം. സൂക്ഷിച്ചു പോണെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനെ ആപത്ത് വരുത്തല്ലേ. എന്താ നമ്മൾ എത്താത്തത്? ഏത് ഹോസ്പിറ്റലിൽ എന്റെ മോള്? എനിക്ക് അവളെ ഉടനെ കാണണം. എന്റെ മോളെ എനിക്ക് ഇപ്പൊ കാണണം. ആന്റി ഇങ്ങനെ മനസ്സ് കൈവിടല്ലേ. അവിടെ ചെന്ന് തുളസിയെ ആശ്വസിപ്പിക്കേണ്ടത് ആന്റിയല്ലേ. അമ്മ ഇങ്ങനെ തകരുന്നത് കണ്ട അവൾ ആകെ അപ്സെറ്റ് ആയി പോയില്ലേ. ശരിയാ, അത് മോള് പറഞ്ഞത് ശരിയാ. ഞാൻ തളരാതിരിക്കാൻ എപ്പോഴും ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞ് നടക്കുന്നവള് അവള്. ഞാൻ പിടിച്ചു നിൽക്കാൻ നോക്കാം. ചേട്ടാ ഒന്ന് വേഗം പോ ചേട്ടാ. ആന്റി, എന്റെ മോള് എന്റെ മോള് ആന്റി ഐസിയുനകത്ത് പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റില്ല. ആന്റി, എനിക്ക് എന്റെ കുഞ്ഞിനെ ഇപ്പൊ കാണണം, കണ്ടേ പറ്റൂ. എന്താ ഇവിടെ ബഹളം? ആരാ നിങ്ങള്? സിസ്റ്റർ, തുളസിയുടെ അമ്മയാ. ഓ സിസ്റ്റർ, എന്റെ മോള് അവിടെ ഐസിയുല് കിടക്കാൻ മാത്രം അവൾക്ക് എന്താ പറ്റിയേ? ഐസിയുല് കയറ്റുന്നത് പേഷ്യന്റിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാ. അതിന്റെ പേരിൽ പേടിക്കണ്ട, നിങ്ങൾ സമാധാനായിട്ടിരിക്കും. എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം. എന്നെ കണ്ട അവിടെ എല്ലാ വേദനയും മാറും. അവൾക്ക് വേഗം വേദാവും. പ്ലീസ്, എനിക്ക് അവളെ കാണാതെ പറ്റില്ല. ശരി, ഞാൻ ഡോക്ടറോടൊന്ന് ചോദിക്കാം. ആന്റി ഇങ്ങനെ കരയല്ലേ. ആന്റിക്ക് ധൈര്യം ഉണ്ടെന്ന് തോന്നിയാലേ അവരകത്തേക്ക് കേറ്റൂ. ഞാൻ എങ്ങനെ സമാധാനപ്പെടാനോ മോളെ? എന്റെ കുഞ്ഞിനെ ആന്റി, അതെ, ജസ്റ്റ് ഒന്ന് കാണാൻ മാത്രമേ പറ്റൂ. അടുത്തോട് പോകാനോ തൊടാനോ ഒന്നും പാടില്ല. ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് എന്റെ മോളെ ഒന്ന് കണ്ടാൽ മാത്രം മതി ഡോക്ടർ. ശരി, വന്നോളൂ. വാ ആന്റി. എനിക്കിവിടെ നിൽക്കണമെന്നുണ്ട്, പക്ഷെ അമ്മ അറിഞ്ഞത് കുഴപ്പമാവും. ഈശ്വര, തുളസിയുടെ ജീവൻ ആപത്തൊന്നും വരുത്തല്ലേ. അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്റെ ശാപം അവൾക്ക് ഏറ്റതുപോലെ തോന്നും. വേണ്ട, എന്റെ മോളെ ഇവിടുന്ന് എവിടേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഈ ഹോസ്പിറ്റൽ മോശമായതുകൊണ്ടല്ല, എന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ച് പരീക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട്. നിങ്ങൾക്ക് പണമല്ലേ വേണ്ടത്? ഞാൻ കൊണ്ടുവരും. മോളെ, ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ നിന്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഇവിടെ കാവലിരിക്കില്ലേ? ഞാൻ ഇരുന്നോളാം ആന്റി. തുളസി സുഖം പ്രാപിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവും. മതി, അത് മതി. സിസ്റ്റർ, ഒരപേക്ഷയുണ്ട്. ഞാൻ പണമായിട്ട് വരുന്നത് വരെ എന്റെ മോളെ നോക്കിക്കൊള്ളേ.
എന്റെ ദുർഗേ, നീ ഇങ്ങനെ പേടിച്ചാലേ അവര് സംശയിക്ക. ഏതോ ഒരു വണ്ടി അവളെ ഇടിച്ചിട്ടിട്ട് പോയി. ഇത് ലോകത്ത് നടക്കാത്ത കാര്യമൊന്നും അല്ലല്ലോ. പോലീസല്ല CBI വന്ന് അന്വേഷിച്ചാലും ഒരു തുമ്പും കണ്ടെത്താൻ പോകുന്നില്ല. അങ്ങനൊരു സ്ഥലത്ത് വച്ചാ ആക്സിഡന്റ് നടന്നിരിക്കുന്നു. ആ പരിസരത്തൊന്നും ഒരു ക്യാമറ പോലും ഇല്ലെന്ന് തിലകൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ചേച്ചി ധൈര്യമായിട്ടിരിക്കേ. നടക്കേണ്ടത് തന്നെയാ നടന്നത്. ഇനി അവക്ക് ജീവൻ തിരിച്ചു കിട്ടിയാലും നമ്മുടെ ആദ്യ മോനെ മയക്കിയെടുക്കാനുള്ള ത്രാണിയൊന്നും അവക്ക് ഉണ്ടാവില്ല. ആദ്യാണല്ലോ. ഇവൻ കളി കാണാൻ പോയില്ലേ? ഇനി തുളസിക്ക് ആക്സിഡന്റ് സംഭവിച്ചതറിഞ്ഞ് തിരിച്ചു വന്നാണോ? അതെ, എന്തായാലും നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. മോനെ വാ. ഇതെന്താ നീ ഇങ്ങ് പോന്നത്? നിന്റെ ഫ്രണ്ട്സ് ഒക്കെ എവിടെ? അത് അവർ ഞാൻ ടിക്കറ്റ് കൊടുത്ത് കളി കാണാൻ വിട്ടു. ഞാൻ പോയില്ല. അതെന്താന്നാ ചോദിച്ചത്? വല്ലാത്തൊരു തലവേദന, അതുകൊണ്ട് ഞാൻ പോയില്ല. ഞാനൊന്ന് കിടക്കട്ടെ. അവിടെ നിൽക്കാതെ. എന്നോട് കള്ളം പറയാൻ നിനക്ക് പറ്റില്ല. എന്റെ മോന്റെ ഓരോ അണുവിലും ഈ അമ്മയുണ്ട്. നീ പോകുമ്പോ ഇട്ട ഡ്രസ് അല്ലല്ലോ ഇത്. ഇതെവിടുന്നാ? നീ ഇപ്പൊ എവിടുന്നാ വരുന്നേ? സത്യം പറ. എന്റെ അമ്മയെ ഇങ്ങനെ പോലീസ് മുറിയിൽ ചോദ്യം ചെയ്യാൻ ഞാൻ ക്രിമിനൽ ഒന്നും അല്ല. കളി കാണാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ബീച്ചിലൊന്ന് ഇറങ്ങി. അവിടുന്ന് ഡ്രസ്സിൽ വെള്ളവും മണലും ഒക്കെ ആയപ്പോ ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങി കിട്ടു. അതിലെന്താ തെറ്റ്? തെറ്റും ശരിയൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ നിന്റെ മൂഡ് ശരിയല്ല. പോയി റെസ്റ്റ് എടുത്തോ. ഇതുകൊണ്ടൊന്നും ആവില്ലല്ലോ. ബാക്കി പണത്തിന് ഞാൻ എവിടെ പോവും? അമ്മ